സ്ഥിരമായി ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം, അനീഷ് പുതിയതായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു മത്സരാർത്ഥി ആര്യനാണ്. അനീഷിന്റെ ആദ്യത്തെ ടാർഗറ്റ് നമ്മുടെ അപ്പാനിഷരത്തായിരുന്നു. അപ്പാനിഷരത്ത് പുറത്തായതിനു ശേഷമുള്ള അനീഷിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആര്യൻ കട്ടോരിയാണ്. ആര്യനെ എങ്ങനെയെങ്കിലും അവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള വഴികളാണ് അനീഷ് 2-3 ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഫൈറ്റുകളും കാര്യങ്ങളുമാണ് നമ്മൾ ലൈവിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം വെസൽ ടീമിലെ ആ ഒരു ഫൈറ്റ് തന്നെയാണ് പ്രധാനമായിട്ടും. ആര്യൻ കഴിച്ചിട്ട് അവിടെ പാത്രം കൊണ്ട് വെക്കുന്നു, ആര്യൻ കഴുകാന്ന് പറഞ്ഞിട്ട് കഴുകാതെ പോകുന്നു. ഈ രീതിയിലുള്ള ഉത്തരവാദിത്തമില്ലായ്മ ആര്യൻ കാണിക്കുന്നതിനെയാണ് അനീഷ് പ്രധാനമായിട്ടും ചോദ്യം ചെയ്ത് തുറന്നു കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പൊ തന്നെ കുറച്ചു മുമ്പ് ലൈവില് ആര്യൻ കൊണ്ടുപോയി ആ പാത്രം അവിടെ വെച്ചിട്ട് പിന്നെ കഴുകാന്ന് പറഞ്ഞ ആ വഴി അവിടുന്ന് പോകുന്നുണ്ട്. അനീഷ് പിന്നെ കഴുകി വെക്കുന്ന രീതിയിലൊന്നും പറയുന്നില്ല. അനീഷ് കൈയോടെ പൊക്കുകയാണ് ചെയ്തത്. നീ അവിടെ വെച്ച പാത്രമാണെങ്കിൽ നീ തന്നെ കഴുകണം എന്ന് ആര്യനോട് പറയുകയാണ് ചെയ്തത്. അപ്പൊ ആര്യൻ അപ്പൊ തന്നെ അവിടെ നിന്ന് കഴുകുന്നുണ്ട്. എന്നിട്ട് പോയി അവിടെ പോയി ഇരുന്നിട്ട് അനീഷിനെ ഒരുപാട് മോശമായ രീതിയിലുള്ള വാക്കുകൾ വിളിക്കുന്നുണ്ട്. പട്ടീന്നും അതേപോലെ തന്നെ കള്ളന്ന് കുറെ തവണ വിളിക്കുന്നുണ്ട്. നീ കള്ളം പറയുന്നത് എന്തിനാന്നൊക്കെ പറഞ്ഞ് വെറുതെ പ്രൊവോക്കായി ട്രിഗറായി ആര്യൻ കുറെ വാക്കുകൾ അനീഷിനെ വിളിക്കുന്നുണ്ട്. അപ്പോ അനീഷ് പറയുന്നത് ഇതാണ്, ക്യാമറയിലെല്ലാം കാണുന്നുണ്ട്, ക്യാമറയില് എല്ലാം പതിഞ്ഞിട്ടുണ്ട്, നീ ഇത് മോങ്ങരുത്, പൂങ്കണ്ണീര് പൊഴിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് അനീഷ് പറയുന്നത്. അപ്പോ ആര്യൻ അക്ബറിന്റെ അടുത്ത് ഈ ഒരു കുറ്റസമ്മതം നടത്തുന്നുണ്ട് കേട്ടോ. അക്ബർ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ നിന്നെ ബോധിപ്പിക്കാനെങ്കിലും നീ ഒരു സത്യം പറയണ്ടേ എന്നുള്ള രീതിയിലൊക്കെ അക്ബർ പറയുന്നുണ്ട്. അക്ബറിന് സൈ കിട്ടും. അപ്പൊ അക്ബർ ഇങ്ങനെ ഈ രീതിയിൽ പറയുന്നുണ്ട്, നീയല്ലേ അവിടെ കൊണ്ട് ആ പാത്രം വെച്ചത്, അപ്പൊ നീ തന്നെ അത് കഴുകി വെച്ചില്ല, പിന്നെ നിനക്ക് സമ്മതിച്ചു കൊടുത്താ എന്നാന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആര്യൻ എന്നിട്ടും കള്ളൻ അനീഷിനെ ഇങ്ങനെ കള്ളൻ എന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടി എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ മോശമായ രീതിയിലുള്ള വാക്കുകൾ വിളിക്കുന്നുണ്ട്. പിന്നെ 39 വയസ്സായില്ലേന്നോ, എന്താണ് ഈ ഏജ് ഗ്യാപ്പിന്റെ കഥയൊക്കെ എന്താണ്? വെറുതെ ബിഗ് ബോസിനകത്ത് എന്ത് ഏജ് ഗ്യാപ്പാണ്? ഏജ് ഗ്യാപ്പ് ഒന്നും ഒരു വിഷയമേ അല്ല ബിഗ് ബോസിനകത്ത്. അതിനകത്ത് ഓരോ വിഷയങ്ങൾ വരുന്നതും അതിനെ എങ്ങനെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ആരെയും കാണിക്കുന്ന ഉത്തരവാദിത്വമില്ലായ്മ 2-3 ദിവസമായിട്ട് അനീഷ് പുറകെ നടന്ന് CID പോലെ പൊക്കുന്നുമുണ്ട്, അത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വെസൽസിന്റെ കാര്യത്തിൽ ആര്യം വളരെ വലിയൊരു ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് കാണിക്കുന്നത്. അത് പലപ്പോഴായിട്ട് ഇപ്പൊ 2-3 ദിവസമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അനീഷ് പുറകെ നടന്നത് പൊക്കുന്നുണ്ട്. ആര്യനെ പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള പരിപാടി തന്നെയാണെന്നാണ് തോന്നുന്നത്. ആര്യന് ആ കാര്യത്തിൽ നല്ല പേടിയുമുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും